നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് അവരുടെ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമോ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 2025 ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിട്ടിരിക്കുന്നവരുടെ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് അവരുടെ ഓവറോൾ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആളുടെ ഓവറോൾ എനർജിയാണിത്. പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ നിങ്ങളോട് ഇപ്പോൾ അവർക്ക് എന്ത് ഫീലിങ്സ് ആണുള്ളത് നോക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ആളുടെ എനർജി. ഓവറോൾ എനർജിയാണ് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഏത് കാർഡ് വേണേൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. 2025 വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ. മുമ്പോട്ട് പോകുന്തോറും ബെറ്റർ ആയിക്കൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. എല്ലാ ലെവലിലും നന്നായിരിക്കും, എന്താ പറയുക, പ്രോസ്പറസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ ഓവറോൾ എനർജി. ഇതൊക്കെ എന്നോട് പലരും പല സമയത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. അത് ഞാൻ വിട്ടുപോയതായിരിക്കുള്ളൂ, ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാനത് ഓർമ്മ വരുമ്പോഴാണ് ഞാനത് എടുക്കുന്നത്. ഓരോ ദിവസവും ഞാനിങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ മെസ്സേജസ് അയച്ചവരുടെ ഇത് ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസം എന്തോ റിക്വസ്റ്റ് ചെയ്തതാണ്. എന്തായാലും ഞാനിപ്പോൾ അത് ചെയ്യുകയാണ് കേട്ടോ, ക്ഷമിക്കണം വൈകിയതിൽ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് എടുത്തവരുടെ ഓറക്കിൾ മെസ്സേജ്, അവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശിവായ ഓം നമഃ 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 ശിവായ. ഒരു കാർഡ് വന്നിട്ടുണ്ട്, ഡംറു, ചേഞ്ച്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, അതാണിത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കത് ചീത്തയായിട്ട് വരാം. എന്നാലും ഈ ഒരു ചേഞ്ച്, ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അതിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ഇമിനൻറ്റ് വിൻഡ്സ് ഓഫ് ചേഞ്ച്, knowing that it may bring both favorable and unfavorable outcomes, but it is an inescapable reality. നിങ്ങൾ അതിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. 6 ഓഫ് കപ്സ് ആണ്. ഇത് നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കളിച്ച് വളർന്ന ഒരാളായിരിക്കാം ഇത്, ഒപ്പം കളിച്ച് വളർന്ന ഒരാൾ, അല്ലെങ്കിൽ ഒപ്പം പഠിച്ച ഒരാൾ. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, നല്ല സമയങ്ങൾ കുറേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പഴയ കാര്യങ്ങൾ ഓർത്ത് നൊസ്റ്റ് അടിച്ചിരിക്കുകയാണെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അതുപോലെ തന്നെ പാസ്റ്റിലുള്ള ആർക്കോ ഈ പേഴ്സൺ ആരോടോ ഒരു കണക്ഷൻ റിന്യൂ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്, അവരെ മിസ് ചെയ്യുന്നുണ്ട്. അവരോട് കൂടി ചിലപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിനോ അതിന് മുമ്പത്തെ ന്യൂ ഇയറിനോ ഒക്കെ നിങ്ങൾ ഒരുമിച്ചായിരുന്നിരിക്കാം, നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആയിരുന്നില്ലായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂ ഇയർ ആയപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സങ്കടമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒപ്പം സ്പെൻഡ് ചെയ്ത സമയമെല്ലാം പേഴ്സൺ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ
പേഴ്സൺ ഇപ്പോഴും ആ സിറ്റുവേഷനെ മാറോട് ചേർത്ത് പിടിച്ചേക്കാണ്, വിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല ഇപ്പോൾ. എന്നാലും ബോണ്ട്, നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കണക്ഷൻ ഇപ്പോഴും ഈ പേഴ്സൺ മുറുകെ പിടിച്ചിട്ടുണ്ട്, കൊണ്ടുപോയി കളഞ്ഞിട്ടില്ല ഈ ഒരു കണക്ഷൻ കേട്ടോ. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് പണസംബന്ധമായ കാര്യങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇത് പണവും കരിയറും ഫാമിലി എല്ലാം റിലേറ്റഡ് ആണ് ഈ പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് ഇമോഷൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട് പാസ്റ്റ് കേട്ടോ, അങ്ങനെ മറന്നിട്ടില്ല നിങ്ങളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചേഞ്ച് ഉണ്ടാവും എന്നാണ് ഓറക്കൽ മെസ്സേജ് പറഞ്ഞത്. നമുക്ക് നോക്കാം, നല്ല ചേഞ്ച് ആണോ ചീത്ത ചേഞ്ച് ആണോ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയിലാണ്, ഓബ്സഷൻ ഉണ്ട്, എന്തിനോടൊക്കെയോ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെ ഡിസ്ട്രക്റ്റീവായ ഒരു ബിഹേവിയറാണ് ഇപ്പോൾ. എല്ലാം നശിപ്പിച്ച് കളയണം, മീൻസ് ഒരു നെഗറ്റീവ് ആ ഒരു മൈൻഡിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, കുറേ നഷ്ടങ്ങളും കുറേ വേദനകളും ഈ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. എപ്പോഴും കുറേ ബന്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പേഴ്സൺ. അപ്പോൾ അതിലൊന്നായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും. മനസ്സിലായി? ചില സമയങ്ങളിൽ നമുക്ക് അടി കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ഡിറ്റാച്ച് ചെയ്യും എല്ലാത്തിൽ നിന്നും. എനിക്കൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ആരോടൊരു കണക്ഷൻ വേണ്ട. ഇത് ചിലപ്പോൾ വെള്ളമടിക്കുന്ന, നന്നായിട്ട് എന്തോ ഒരു ഡ്രഗ്സ് എടുക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വെള്ളമടി, എന്തോ ഒരു നെഗറ്റീവ് എനർജിയിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിക്കിടക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ ഇത് ഈ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് അകന്നതും. ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പേഴ്സൺ സ്നേഹിച്ചിരുന്ന എല്ലാവരും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോയതും ആ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഇപ്പോഴും ഇതേ എനർജിയിൽ തന്നെയാണ്, ഇതിൽ നിന്നും പുറത്തേക്ക് പോന്നിട്ടില്ല. ഇത് ഡെവൽ എനർജിയാണ്, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ആ ഒരു സോഡിയാക് സൈൻ മാത്രമേ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏത് റിലേഷൻഷിപ്പിലേക്ക് പോയാലും അതെല്ലാം ഒരു ഡെവൽ കൺട്രോൾ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഒരാളാണിത്. അഹങ്കാരമുള്ള, ഭയങ്കര സെൽഫിഷായ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. എല്ലാവരെയും ഈ പേഴ്സൻ്റെ സ്വഭാവം കൊണ്ട് എല്ലാവരും അകന്നു പോകുന്ന ഒരു ഇതാണ്. ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല ഈ പേഴ്സണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ബഹളം വന്നപ്പോൾ ഈ പേഴ്സൺ എല്ലാവരും ഉപേക്ഷിച്ചു. മനസ്സിലായി? ചോയ്സ് എടുത്തില്ല, ഇത് വേണോ അത് വേണോ, അല്ല എനിക്ക് ആരെയും വേണ്ട എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് ഉഴപ്പുള്ള ഒരു എനർജിയും കൂടിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതും ഒരു സെൽഫിഷ് കാര്യം കൊണ്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയും നമ്മൾ, അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ അവസാനിച്ചു, പക്ഷേ രണ്ടാമത് തുടങ്ങണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ തമ്മിൽ ഈ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായ സംഭവ വികാസങ്ങൾ ഈ പേഴ്സൺ ഓർക്കുമ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് എന്ത് പറഞ്ഞ് രണ്ടാമതൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങണമെന്നോ ഒരു വിവരവും ഒരു പിടുത്തവും ഇല്ല. മനസ്സിലായി? അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് ആണ് ഇപ്പോഴും. പക്ഷേ ഇത് മാറണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല വഴികളിൽ. ഇവിടെ അക്വേറിയസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്.
അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊരു പേടി ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ്. പക്ഷെ അത് എത്ര കണ്ട് നടക്കുമെന്നുള്ളതിന് ഒരു വിശ്വാസവുമില്ല. പിന്നെ വേറൊരു കാര്യം, പേഴ്സണൽ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാൻ ഈ പേഴ്സണൽ സമയമില്ലായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ പോയത്. പക്ഷെ നോ കോൺടാക്റ്റിൽ പോയപ്പോൾ നിങ്ങളോട് പറയാണ്ടാണ് പോയത്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് പോലെയാണ് ഉണ്ടായത്. നിങ്ങളൊരു വാക്ക് പറയാതെയാണ് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെ ഈ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരാനാണ്, പക്ഷെ എങ്ങനെ ഇത് തുടങ്ങണം എന്നതിന് ഒരു എത്തും പിടിയില്ലാതിരിക്കുകയാണ് പേഴ്സൺ കേട്ടോ. ഇനി ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ പാസ്റ്റിലെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാറില്ലായിരുന്നു. ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കാം, തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. ഇവിടെ വിവാഹം എന്നൊരു കോൺസെപ്റ്റ് കാണിക്കുന്നില്ല, ഇത് വിവാഹം ജീവിതവും ആയിരിക്കാം. എന്നിട്ട് നോ കോൺടാക്റ്റിൽ പോയതായിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് സമയം തരില്ലായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. പക്ഷേ സ്വാർത്ഥതയുള്ള ഈ പേഴ്സൺ അത് വലിയ അഹങ്കാരമായിട്ടെടുത്തു. നോക്ക്, ഞാനൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ എനിക്ക് ഇതിനകത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ കൂടെ ഈ പേഴ്സൺ വരുന്നുണ്ട്, ഞാനൊന്നും കൊടുത്തില്ലെങ്കിലും. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന വില, നിങ്ങൾ അർഹിക്കുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് തന്നില്ല. സമയം പോലും, ഈ പേഴ്സൻ്റെ സമയം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ടും നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ നിന്നു. അവസാനം നോ കോൺടാക്റ്റിൽ ഈ പേഴ്സൺ ആണ് പോയത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. അതാണ് ഈ പേഴ്സൻ്റെ മൈൻഡ്. അതുമല്ല, ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുകയല്ല, അത് പോന്നോട്ടെ, ഇങ്ങനെയുമുള്ളൊരു മൈൻഡുള്ള ഒരാളാണ്. ഞാനായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പേഴ്സൻ്റെ സമയമോ പൈസയോ സ്നേഹമോ ഒന്നും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ സ്വയം സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ഈ പേഴ്സണ് നിങ്ങളൊരു വിലയുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ പേഴ്സണ് ആലോചിക്കാൻ സമയം കിട്ടിയത്. ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നടന്നത്, നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്. അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളോ റിലേഷൻഷിപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ട്. ഇത് ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല നേരത്തെ, നിങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഈ പേഴ്സൺ വെറുതെ സ്വീകരിക്കുകയായിരുന്നു, എടുക്കുകയായിരുന്നു, ഒന്നും തരില്ല. ഇവിടെ ഈ പേഴ്സൺ നിങ്ങൾ തരുന്നത് പോലെ തന്നെ ഞാനും തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നു. നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ ഇതാണ്. ഈക്വൽ ആയിട്ട് പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ പേഴ്സണ് നഷ്ടപ്പെട്ടേക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നൊസ്റ്റാൾജി കാർഡ് ആദ്യം കണ്ടത്. ഭയങ്കരമായിട്ട് പാസ്റ്റിനെ കുറിച്ച് ഈ പേഴ്സൺ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ വാക്കുകളും പെരുമാറ്റങ്ങളും എല്ലാം പേഴ്സൺ ആലോചിക്കുന്നു. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇതുവരെ ഉള്ളവരെല്ലാം ഈ പേഴ്സൺ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. അല്ലാതെ പേഴ്സണിന് വേണ്ടി എന്തെങ്കിലും നിസ്വാർത്ഥമായിട്ട് ചെയ്തവർ കുറവായിരിക്കും. അപ്പോൾ ആ പേഴ്സണ് ശീലമില്ല നിസ്വാർത്ഥമായ സ്നേഹം, സഹായം, ഇതൊന്നും എടുത്ത് ശീലമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിസ്വാർത്ഥമായി നിങ്ങൾ കൊടുത്തത് അതിനൊരു വില തന്നില്ല. കാരണം നിങ്ങളൊന്നും തിരിച്ചു മേടിക്കാത്തതുകൊണ്ട് ഒരു വിലയില്ല അവിടെ. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇനി തിരിച്ചു വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ പേഴ്സണെ മൈൻഡ് ചെയ്യുന്നതിൽ അപ്പം നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ആ പേഴ്സണ് നേരത്തെ കിട്ടിയിരുന്ന ഒരു അറ്റൻഷൻ, മനസ്സിലായോ? നിങ്ങൾ നോക്കി നിൽക്കുന്നതും നിങ്ങൾ ഈ പേഴ്സണെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതും ഒന്നും ഇപ്പോൾ ഈ പേഴ്സണ് കിട്ടുന്നില്ല. അതെല്ലാം നഷ്ടമായി. ഇതിന് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ടോ, നിങ്ങൾക്ക് ഈ പേഴ്സണോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് പോലും ഈ പേഴ്സൺ അറിയില്ല. അതൊരു വലിയ ടെൻഷനായിട്ട് മാറുന്നുണ്ട് ഈ പേഴ്സണ് കേട്ടോ. അതാണ് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വേണ്ടായിരുന്നു, ഇപ്പം നിങ്ങളില്ലാത്തപ്പോൾ ഈ പേഴ്സൺ അത് വേണം, നിങ്ങളെ വേണം എന്നൊരു ചിന്തയാണ് ഈ പേഴ്സൺ വന്നേക്കുന്നത്.
നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിൻ്റെ പുറകെയാണ്. ചിലപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മാരേജ് കാർഡ് കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസും കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ആ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. 10 രൂപ കൊടുത്താൽ അത് 50 രൂപയാക്കി കാണിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇതിൻ്റെ പുറകെ ഓടുമ്പോൾ പേഴ്സൺ റിലേഷൻഷിപ്പുകൾ മറന്നു പോകുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു ചിന്തയിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു ചിന്തയിൽ സ്റ്റക്കാണ്. ഇത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു ചാൻസ് ആയിരുന്നു, റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് ഈ പേഴ്സൺ. ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒന്നും തരാതിരുന്നപ്പോൾ അതൊരു ടവർ മൊമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഈ പേഴ്സൺ നല്ല ഒരു സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് മെയിനായിട്ട് ഈ പേഴ്സൺ വെച്ചാൽ ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി പോലെ. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ദൈവം കൊണ്ടുതരും. നമ്മളത് അറിഞ്ഞ് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ് ഈ പേഴ്സൺ ഏറ്റവും വലിയ റിഗ്രറ്റ്. നിങ്ങളെ ഈ പേഴ്സൺ ഇഷ്ടംപോലെ പണം സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ബിസിനസ്സും അതും ഇതൊക്കെ ആയിരിക്കും, സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മൈൻഡ് ചെയ്തിട്ട് വേണ്ടേ, നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നിങ്ങൾ ന്യൂ ഇയറിന് ഈ പേഴ്സണെ വിഷ് ചെയ്തായിരുന്നു, വിഷ് ചെയ്തിട്ടും ഉണ്ടാവില്ല. ഈ പേഴ്സൺ കാത്തിരുന്നിട്ടുണ്ടാവും നിങ്ങളുടെ ന്യൂ ഇയർ വിഷിന്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ വിചാരിച്ചു ഞാൻ ചെയ്യില്ല, ആ പേഴ്സൺ വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഈ പേഴ്സണ് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സൺ? ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ പേഴ്സൺ? നോക്കാം. ഈ പേഴ്സൺ കാത്തിരുന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു വലിയ ബേർഡനാണ് ഈ പേഴ്സണ്. പക്ഷേ അതുപോലെ തന്നെ ഇതിലൊരു പ്രോഗ്രസ് ഉണ്ടാവണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവണമെന്ന്. ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരേ സ്ഥലത്തല്ലായിരിക്കും ഇപ്പോൾ കേട്ടോ, 2 സ്ഥലത്തായിരിക്കും. ഒരാൾ എന്താ പറയുക, കേരളത്തിലാണെങ്കിൽ ഒരാൾ വേറെ നാട്ടിൽ വല്ലതായിരിക്കും, അല്ലെങ്കിൽ അതിന് ദൂരത്തായിരിക്കാം. എന്തായാലും ഒരേ സ്ഥലത്തല്ല നിങ്ങൾ. ചിലർ, എല്ലാവരും അല്ല, ചിലർ. ഇവിടെ ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സൺ ആകെ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളില്ലാത്തതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പേഴ്സണൽ ലൈഫിലുണ്ട്. എല്ലാം തിരിച്ചു പിടിച്ചു, നിങ്ങൾ മാത്രമില്ല. പണത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പുറകെ കരിയറിൻ്റെ പുറകെ ഓടിയപ്പോൾ നിങ്ങളെ കൈവിട്ട് പോയി. മനസ്സിലായത്? ആ ഒരു കാര്യത്തിൽ മാത്രം ഈ പേഴ്സണ് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും, എല്ലാ സിറ്റുവേഷനിലും ഈ പേഴ്സൺ ഹാപ്പിയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ പേഴ്സൺ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഈ തിരിച്ച് നിങ്ങളെ കൊണ്ടുവരാൻ, റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ റെഡിയാണ്. ഇപ്പോൾ നല്ല മൂഡിലാണ് ഈ പേഴ്സൺ. നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് ഒട്ടും ശരിയല്ല. ഈ പേഴ്സൺ നിങ്ങളോട് പെരുമാറിയ സിറ്റുവേഷൻ ഈ പേഴ്സൺ തന്നെ ബോധമുണ്ട് എന്താ ചെയ്ത് കൂട്ടിയെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ ഒരു മൂഡിൽ, കാരണം ഇപ്പോൾ ഒരു ഹാപ്പി മൂഡിലാണ് ഈ പേഴ്സൺ. കാരണം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തു നിങ്ങളൊഴികെ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വഴക്കിലേക്ക് പോകും. തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ, പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇത്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ പേഴ്സൺ എന്തോ ചെയ്ത് തീർക്കാണ്ട്. ഇവിടെ ലവ് ഉണ്ട് നിങ്ങൾക്കൊരു ലവ് ഓഫർ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇതൊരു കർമ്മഫലമാണെന്ന് ഈ പേഴ്സൺ അറിയാം. ഇത് ചിലപ്പോൾ ഈ പേഴ്സണ് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി. അത് കുളമാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, കുറച്ച് കാര്യങ്ങളും കൂടെ പേഴ്സൺ സെറ്റിൽ ചെയ്യാണ്ട് അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം വിട്ടിട്ട് നിങ്ങളെ എന്ന് വെച്ചാൽ അത് ഈ പേഴ്സൺ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പല കാര്യങ്ങളും ഒരു സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്.
നിങ്ങളെ കൈവിടാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്കൂടെ ഈ ഒരു സ്നേഹബന്ധം ഇതൊരു എന്താ പറയുക, കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഒരു എന്താ പറയുക, ഇതിങ്ങനെ വരേണ്ടതായിരുന്നു, നിങ്ങൾ ഇതിലെല്ലാം കൂടെ കടന്നു പോകേണ്ടവരായിരുന്നു എന്നൊരു ബോധം ഈ പേഴ്സണുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പേഴ്സൺ ഈ ഇപ്പോൾ കുറേ എന്തോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. അതുവരെ ഈ പേഴ്സൺ കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ഈ വർഷം ഒരു കോണ്ടാക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഭയങ്കര സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവും, പക്ഷെ കൃത്യമായിട്ട് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടില്ല എന്നത്തേക്ക് ഉണ്ടാവുമെന്ന്. എന്തായാലും എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആവണം ഈ പേഴ്സണ്, എന്നിട്ട് മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ആദ്യത്തെ റീഡിങ്. സോഡിയാക് സൈൻ സ്കോർപ്പിയോ ഉണ്ട്. ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ഫേവർ ആണ്. പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അക്ഷമരാകും. നിങ്ങൾ ഇന്ന് വരുമോ നാളെ വരുമോ നാളെ വരുമോ നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഈ പേഴ്സണൊരു സമയമുണ്ട്. ടോറസ്, പൈസീസ്, സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, അക്വേറിയസ്, കാപ്രിക്കോൺ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. നമുക്കിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ് നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്, നോ കോൺടാക്റ്റിലിരിക്കുന്ന റിലേഷൻഷിപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നിങ്ങളുടെ നോ കോൺടാക്ട് സിറ്റുവേഷന് അനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. External forces, stillness. The significance of staying calm and composed amongst external forces and challenges. അപ്പോൾ ഇവിടെ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന കുറച്ച് എനർജീസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, കുറേ എനർജീസ് ഉണ്ട്. പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, എക്സ് ആവാം, ആരൊക്കെയോ ഇപ്പോൾ ഓഫീസിലുള്ളവരാവാം, ആരൊക്കെയോ ഈ പേഴ്സണെ നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് വലിയ പ്രശ്നമില്ലാതെ, ഒരു ബഹളവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ പോയതുകൊണ്ട്. പക്ഷേ ഇത് താൽക്കാലികമായ ഒരു ശാന്തതയാണ്. ഇനിയും പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. അപ്പം നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലുള്ള ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ദൈവമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലി അവെയ്ക്കൻ ആവണം. നിങ്ങൾ ദൈവത്തിനോടൊരു കണക്ഷൻ വേണം. എന്നാലേ ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്, ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷേ അയാൾക്ക് ചുറ്റും, ആ സ്ത്രീക്കോ അല്ലെങ്കിൽ ആ പുരുഷനോ ചുറ്റുമുള്ള ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. സെൽഫ് കെയർ, ടേക്ക് എ ബ്രേക്ക് ആൻഡ് റീജുവിനേറ്റ്. അപ്പം നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾ ആദ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും കുളിക്കാനും ജപിക്കാനൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ അതെല്ലാം ചെയ്യണം, മനസ്സിലായി? എന്നാലേ നിങ്ങൾക്കൊരു ആരോഗ്യം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും എന്നുമുണ്ട്, പിന്നെ ഇതിന് സമയമെടുക്കും എന്നും കൂടിയുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ
ഒരാൾ വരും, തിരിച്ചു വരും. നമ്മളോട് പറഞ്ഞിട്ടില്ല ഡേറ്റും സമയമൊന്നും. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് കേട്ടപ്പോൾ ഇപ്പം തുടങ്ങി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുളിയില്ല, ജപമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, വെയിറ്റ് ചെയ്യണം. ആ പേഴ്സൺ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് വേണമെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞത്. എംബ്രേസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര നിരാശരും ഭയങ്കര ചീത്ത കാര്യങ്ങളെ നടക്കുകയുള്ളൂ, ഭാഗ്യമില്ലാത്തവരാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അത് പാടില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ലത് വരുമെന്ന് തീരുമാനിക്കുക. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളിലും നല്ലത് കാണാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൊല്യൂഷൻസ് ആണ് നോക്കേണ്ടത്. നിങ്ങൾ പ്രോബ്ലംസിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പ്രോബ്ലം ഉണ്ട് നമുക്കറിയാം. നമ്മൾ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെത്താനെ പ്രോബ്ലം മാറില്ല. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യണം, അത് ബാക്കി ദൈവം ചെയ്തു തരും. അതുപോലെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു കല്യാണം വളരെ ആഗ്രഹിച്ച് മോഹിച്ചു ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരാളെ കല്യാണം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ വേണം എന്നാണ്, ദൈവം തന്നു. ബാക്കി ജീവിതം നമ്മളാണ് ചെയ്യേണ്ടത്. അതിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവണം, ആ പേഴ്സണോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അത് റിലേഷൻഷിപ്പ് വിട്ട് കളയണമെങ്കിൽ നമ്മൾ വിട്ട് കളയണം. മനസ്സിലായോ? ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും യോജിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ വേണ്ടാന്ന് വെക്കണം. അതുകൊണ്ടാണ് താൻ പാതി ദൈവം. നമ്മൾ 24 മണിക്കൂറും നമ്മളുടെ ജീവിതം മൊത്തത്തിൽ ദൈവം നമ്മളുടെ കൂടെ ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ തരുന്നുണ്ട് നമുക്ക്, ബാക്കി നമ്മൾ നോക്കണം. മനസ്സിലാവുണ്ടോ? അവിടെയാണ് നമ്മൾക്ക് അടിപറ്റുന്നത്. നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, ലവേഴ്സാണ് കാണുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് കേട്ടോ. ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനൊരു മൂഡിലാണ്. ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലാണോ ഇപ്പോൾ? നോ കോൺടാക്റ്റിൽ റിലേഷൻഷിപ്പ് കൊണ്ടാണോ പോയത്? നോക്കട്ടെ. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ. ഇവിടെ ലവേഴ്സാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ മൂഡിലാണോ ഈ പേഴ്സൺ? നോക്കട്ടെ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നോ കോൺടാക്റ്റിൽ പോയത് ഇവിടെ ഒരു ഡെവിളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഡെവിളിനെ ഒരു മാലാഖയായിട്ടാണ് കാണുന്നത്. ശരിക്കുള്ള ആ പേഴ്സൻ്റെ ബിഹേവിയർ ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് അതൊരു പ്രശ്നമാണ് ഇവിടെ. ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല. ഈ പേഴ്സൺ വിചാരിക്കുന്നത്, അപ്പോൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇങ്ങനെ ഇവർ പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമെന്ന്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു നിനക്ക് ചേർന്നതല്ല, നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണ് ചേർന്നതല്ല എന്ന് ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ഈ പേഴ്സണിനെ പറഞ്ഞ് ബോധിപ്പിച്ചു. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ പോയി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേഴ്സണ് ഹാപ്പിനെസ് കിട്ടാത്തത്? മനസ്സിലായി? ആ ഒരു സ്ട്രെസ് ഈ പേഴ്സണുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിവിടെ സന്തോഷിക്കാൻ പറ്റാത്തത്? ചിലപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നുണ്ടാവും ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ. അപ്പോൾ പേഴ്സൺ വിചാരിക്കും ഞാൻ ഇത്രയും ഇവരെല്ലാം പറയുന്നത് കേട്ട് ഞാൻ പ്രവർത്തിച്ചു, എന്നിട്ട് ഞാനിപ്പം ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോഴും എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ഹാപ്പിനെസ് കിട്ടാത്തത്, ഒരു മനസ്സമാധാനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സങ്കടം? ഇതാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ചെകുത്താനാണ്, മാലാഖയല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും വന്നിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം.
നിങ്ങൾ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഇതൊരു ക്വീൻ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവാണ്. നിങ്ങളോട് ഈ പേഴ്സണ് ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ. പക്ഷേ അതുപോലെ റീകൺസിലിയേഷൻ വേണം, ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ചുറ്റുമുള്ളവർ അതിനെ അനുവദിക്കുന്നില്ല. ഇവർക്ക് എന്തോ സ്വാർത്ഥ താല്പര്യമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോ കോൺടാക്റ്റിലേക്ക് പോകാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് അവസാനിക്കാനും നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആരോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണിൻ്റെ ചുറ്റുമുള്ളവർ ജെമിനായി, അക്വേറിയസ് ആണ് കാണിക്കുന്നത്. ബാക്കി അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നമുക്കിതൊന്ന് നോക്കാം എന്താണ്. ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഒരാളെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ആയിരുന്നു ഈ പേഴ്സണ് ഒഴിവാക്കാൻ ഈസി. മനസ്സിലാവുണ്ടോ? ഫാമിലി വേണോ, ഫ്രണ്ട്സ് വേണോ, നിങ്ങൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ, കാരണം നിങ്ങളാണ് പുതിയതായിട്ട് വന്ന് കയറിയത്. ബാക്കി എല്ലാവരും ഈ പേഴ്സൻ്റെ ഒപ്പം പണ്ടേ ഉള്ളവരാണ്. അപ്പോൾ അവരെങ്ങനെ ചീത്തയായിട്ട് വിചാരിക്കും? ഈ പേഴ്സണിന് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന പേഴ്സൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, പക്ഷേ ചില സമയത്ത് അവരും ചെകുത്താന്മാരാകുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങളുടെ പേഴ്സണില്ല. അപ്പോൾ ഒഴിവാക്കാൻ നിങ്ങളായിരുന്നു ഈസി. അതുകൊണ്ട് തന്നെ ഒരു ചോയ്സ് വന്നപ്പോൾ ഈ പേഴ്സൺ കണ്ടില്ല എന്ന് നടിച്ചു. അതാണ് ഉണ്ടായത്. പക്ഷേ ഈ പേഴ്സൺ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനുള്ള ധൈര്യമില്ല ഈ പേഴ്സണ്. മനസ്സിലായോ? നോ കോൺടാക്റ്റിൽ പോയിരിക്കുന്നത് ഈ പേഴ്സൻ്റെ മറ്റുള്ളവർ ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള ധൈര്യമില്ല. അതുപോലെ തന്നെ ഈ സത്യത്തിനും നീതിക്കും എതിരെ ഈ പേഴ്സൺ കണ്ണടച്ച് പിടിച്ചേക്കുകയാണ്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് പറയാനുള്ള ധൈര്യമില്ല ഇവിടെ. കാരണം മറ്റുള്ളവരോട് സ്വരുമയിലൂടെ പോകണം. അതുകൊണ്ട് അവരെ വെറുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കിയത്, നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ പോയത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറ്റണമെന്നുണ്ട്. ഇതൊരു വലിയ ടവർ മൊമെൻറ്റ്. ഈ പേഴ്സൺ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നോ കോൺടാക്റ്റിൽ പോയപ്പോൾ ഇത് വെറുതെ ഒരു തമാശയായിട്ടാണ് ഈ പേഴ്സൺ എടുത്തത്. ഇത് പിന്നെ മാറ്റാമല്ലോ എന്നാണ് ചിന്തിച്ചത്. പക്ഷേ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ, രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമല്ല അവരുടെ ഫാമിലീസും തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ പല വ്യത്യാസങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല കാര്യങ്ങൾ. അത് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. ഇതിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്ക് വരെയോ ഒരു നോ കോൺടാക്റ്റ് നീണ്ടുപോയി. മനസ്സിലായി? പ്രതീക്ഷിച്ചതിലും നീണ്ടുപോയി. പേഴ്സൺ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് മാറ്റണം എന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണെന്നും ഈ പേഴ്സണും നിങ്ങളെ ഇഷ്ടമാണ്. രണ്ടും ഈ പേഴ്സൺ അറിയാം. പക്ഷെ ഇവിടെ വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടായി. എല്ലാം തകിടം മറിഞ്ഞു. പ്രതീക്ഷിച്ച പോലെ ഒരു കാര്യം നടന്നില്ല. ഈ പേഴ്സൻ്റെ കൺട്രോളിൽ കാര്യങ്ങൾ നിന്നില്ല. അതാണ് ഈ പേഴ്സൻ്റെ അവസ്ഥ ഇപ്പോൾ. വെർഗോ, സ്കോർപിയോ, അക്വേറിയസ് ഓരോന്നും ചെയ്ത് വെക്കും. വന്നിട്ട് പിന്നെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ? ഈ പേഴ്സൺ തിരിഞ്ഞു നോക്കുന്നുണ്ട്. മനസ്സിലായോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി. നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ എനർജി പോലെയാണോ ജീവിക്കുന്നത്? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ജോലിയുള്ള ഒരു എനർജിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഇഷ്ടംപോലെ പണമുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതാണ് ഈ പേഴ്സണ് പേടി. അപ്പോൾ ആൾക്കാർ പൊതുവേ പറയുമല്ലോ, പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടിയാൽ, മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അല്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അഹങ്കാരം കൂടും, സമ്പാദിക്കാൻ തുടങ്ങിയ അഹങ്കാരം കൂടും. ഇതൊക്കെ അപ്പോൾ നിങ്ങളോട് ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് അപ്പോൾ ഈ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഒരു കോമഡി സീരിയലിൽ കാണിച്ചത് അമ്മായിയെക്കുറിച്ച് പറയാണ്. അമ്മായി ഭയങ്കര മരിച്ച് അയാൾക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നു. അത് തന്നെ പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി മരുമക്കളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു അമ്മാവനെയാണ് കാണിക്കുന്നതിനകത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സണ് അത്ര അറിവില്ല. അപ്പോൾ മറ്റുള്ളവരുടെ അഡ്വൈസാണ്, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് അങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പേഴ്സൺ ശരിക്കും വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത്. അപ്പോൾ നിങ്ങൾക്ക് ജോലിയുള്ളത് കൊണ്ട് ആണ് നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരം, അല്ലെങ്കിൽ ഈ പേഴ്സണേക്കാളും ഉയർന്ന പദവിയിലുള്ള ആളായത് കൊണ്ടാണ്
നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരം, നിങ്ങൾ റിലേഷൻഷിപ്പിന് വില കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ പേഴ്സൻ്റെ മനസ്സ് മാറ്റിയത് അവർ. അപ്പോൾ ഈ പേഴ്സൺ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ജോലി രാജിവെക്കണം, നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഹോബി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ, ഒരു പാട്ടുകാരിയോ പാട്ടുകാരനോ ആവണം, സിനിമയിൽ അഭിനയിക്കണം. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനെതിരായിട്ട് ഈ പേഴ്സൺ നിന്നു. ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും കൈവിട്ട് പോവും, അങ്ങനെ സമ്മതിക്കരുതെന്നൊക്കെ. അപ്പോൾ ഈ പേഴ്സൺ അവസാനം നിങ്ങളോട് പറഞ്ഞു ഇത് പറ്റില്ല, നിങ്ങൾ ഫിലിം ഫീൽഡിലേക്കൊന്നും പോകാൻ പാടില്ല, നല്ല ഭർത്താവായിട്ട് വീട്ടിൽ ഫിലിം ഫീൽഡൊന്നും നമുക്ക് വേണ്ട, നല്ല ഭർത്താവായിട്ടിരിക്കണം, നല്ല ഭാര്യയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെവികൊള്ളുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഇത് ഈ പേഴ്സൻ്റെ അഭിപ്രായമല്ല, നാട്ടുകാരുടെ അഭിപ്രായമാണെന്ന്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്നുണ്ട്, മനസ്സിലായി? അടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഇപ്പോഴും ഈ പേഴ്സണെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ സ്വാർത്ഥതയുള്ള ആളാണെന്നാണ്, മനസ്സിലായി? ഇവർ പറയുന്നത് എന്താ തെറ്റ്? നീ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം നിർബന്ധം എന്താണ് എന്നൊക്കെയാണ് ഈ പേഴ്സൺ. അപ്പം നിങ്ങൾ മനസ്സ് മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന പേഴ്സൺ പറയുന്ന പോലെ നിങ്ങൾ പെരുമാറുന്നുണ്ടോ എന്നൊരു കള്ളത്തരം ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ആ പേഴ്സൺ കുറേ മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് അതാണ്. നിങ്ങളെ ഈ പേഴ്സൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടു പോകുമെന്നൊരു പേടി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഡ്രസ്സ് ചെയ്യുന്നത്. ചിലർ ഡ്രസ്സിങ് പൊതുവെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾ അത് ആ പേഴ്സൻ്റെ ലൈഫിലുള്ള ആൾക്ക് അറിയാം. പക്ഷേ ലൈഫിലുള്ള ആൾ ഈ പേഴ്സണോട് അവരുടെ സ്വാർത്ഥത കാരണം ഇങ്ങനെ ഈ ഡ്രസ്സ് ഇടരുത്, അല്ലെങ്കിൽ ഈ ഷർട്ട് ഇടരുത്, ഈ സാരി ഉടുക്കരുത്, ഇങ്ങനെ ഉടുക്കരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അത് കൺട്രോൾ ചെയ്യുന്ന പോലെയല്ല, മനസ്സിലായി? ഈ പേഴ്സണ് അവർ പറയുമ്പോൾ വിഷമം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ അറിയില്ല ഈ പേഴ്സൺ എന്ത് ചെയ്യുമ്പോഴാണ് നാട്ടുകാരല്ലെങ്കിൽ വീട്ടുകാരെ കളിയാക്കുന്നതെന്ന്. അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള നല്ലൊരു ഭാര്യയോ നല്ലൊരു ഭർത്താവാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. പക്ഷേ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കില്ല, കാരണം അവരുടെ സ്വാർത്ഥം. ഈ പേഴ്സൺ നന്നായിട്ട് കാണാൻ മോശമില്ലാത്ത ആളാണ്. അപ്പം നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നടന്നാൽ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് ഈ പേഴ്സണിന് കിട്ടിയാലോ, മനസ്സിലായോ? അങ്ങനെയുള്ള ചില എനർജീസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ നന്നായി പോയി കഴിഞ്ഞാൽ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമെന്നൊരു ടെൻഷനുണ്ട്. അത് പിന്നെ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് കള്ളത്തരത്തിൽ കൂടെയാണ് നിങ്ങളെ, കാരണം മറ്റുള്ളവർ അതാണ് ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് കൊടുത്തേക്കുന്നത്, ഇതിങ്ങനെ ആയി പോകും, മനസ്സിലായി? എക്സാമ്പിൾസ് അവരെ കൊടുക്കുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മനസ്സ് മാറ്റിയിട്ടുണ്ടോ, പേഴ്സൺ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സാണ് ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം ഇല്ലാതെ ഇല്ല, മനസ്സിലായോ? അവർ ഈ പേഴ്സൻ്റെ ഫാമിലിയിലുള്ളവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളുടെ സ്വഭാവം മാറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം മാറ്റുമെന്നാണ് അവരോട് പറയുന്നത്. പക്ഷേ ഈ പേഴ്സൺ നോക്കുമ്പോൾ നിങ്ങൾ തീരുമാനം മാറ്റുന്നില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ലെന്നോ ഈ പേഴ്സണൊരു മനസ്സിലൊരു സങ്കടമുണ്ട്. പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് സ്പൈ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മാറ്റില്ല തീരുമാനം. കാരണം നിങ്ങൾക്കറിയാം ഇത് ഈ പേഴ്സൻ്റെ അഭിപ്രായമല്ല, ഇത് ആ പേഴ്സൻ്റെ ചുറ്റുമുള്ളവരുടെ അഭിപ്രായമാണെന്ന്. സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, അതുമല്ല ഇപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ കയറുന്നതിന് മുമ്പ് അതിനൊരു തടസ്സം ആയിട്ട് നിൽക്കില്ല എന്നീ പേഴ്സൺ നിങ്ങൾക്ക് വാക്ക് തന്നിരുന്നു. പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഈ പേഴ്സൺ പറയുന്നത് അത് പറ്റില്ല എന്ന്. അപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നിങ്ങളെ ഉപേക്ഷിക്കാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും. എന്താണെന്നറിയോ? അവസാനത്തെ ആക്ഷൻ പോലെ നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ പേപ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായോ? ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്ന, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ. പക്ഷെ സീക്രട്ട് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ ചെക്ക് ചെയ്യുന്നത്. പരസ്യമായിട്ട് ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട, ഞാൻ ഡിവോഴ്സിലേക്ക് പോവാണ്, വേറെ കല്യാണം ആലോചിക്കാൻ പോവാണെന്നൊക്കെ പേടിപ്പിക്കും നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുള്ള ആളാണ്.
വിവാഹത്തിൽ തന്നെ അല്ലെങ്കിൽ കല്യാണമായിട്ട് മുമ്പോട്ട് പോകും. കുറേ നാളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന്. എന്തായാലും പേഴ്സൺ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് സാധിച്ചു തന്നില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പേഴ്സൺ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് സമയം എടുക്കും ഇതിന്, മനസ്സിലായോ? പക്ഷേ അതുപോലെ തൽക്കാലം ആക്ഷൻ എടുക്കില്ല, നെഗറ്റീവ് ആക്ഷൻ എടുക്കില്ല, പോസിറ്റീവ് ആക്ഷൻ എടുക്കില്ല. ഈ റിലേഷൻഷിപ്പ് കുറേ നാളിങ്ങനെ പോകും, കുറേ സങ്കടമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ തന്നെത്താനെ നോർമൽ ആവുമായിരിക്കാം. കാരണം ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന പോലെ കാണിക്കുന്നതൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. അല്ലാതെ ശരിക്കും ഈ റിലേഷൻഷിപ്പ് എൻഡാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേട്ടോ. തൽക്കാലത്തേക്ക് ഇതാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ക്യാൻസർ, സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ജലദോഷം പിടിച്ചിട്ടുണ്ട്, വെർഗോ, സ്കോർപിയോ, അക്വേറിയസ്, ജെമിനായി. ഇത്രയും സോഡിയാക് സൈൻസ് ആണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. ഇതോടെ രണ്ടാമത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. മൂന്നാമത്തെ ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നോ കോൺടാക്റ്റിലിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത് കേട്ടോ. നമുക്ക് ഓറക്കിൾ മെസ്സേജസ് നോക്കാം. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണം. രണ്ട് കാർഡാണ് വന്നേക്കുന്നത്. കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് പുട്ട് യുവർ എഫേർട്സ് ഇൻ കറക്റ്റിംഗ് ദോസ് മിസ്റ്റേക്സ് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റിംഗ് ഇറ്റ്. അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്റ്റ് സമയമാണിതെന്നാണ് പറയുന്നത്. അത് കുറ്റബോധം മാത്രം അത് കൊണ്ട് കാര്യം സോൾവ് ആവില്ല. നമ്മൾ ആ തെറ്റുകൾ തിരുത്താൻ നോക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടൻസ് ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. Just as the mountains stand tall and steadfast, you are encouraged to find calmness and relaxation amidst the blockages and challenges you may be facing in life. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അത് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ അത് വരുമ്പോൾ നമ്മളത് ശാന്തമായിട്ട് പർവ്വതങ്ങളെ പോലെ ഉറച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞത്. കാലിടറരുത്, അയ്യോ നാക്കുളുക്കിയ പോലെ കേട്ടോ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നോ കോൺടാക്റ്റിലെ പേഴ്സൻ്റെ എനർജി ഇതാണ്. ഈ പേഴ്സൺ ബോറടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോ കോൺടാക്റ്റിൽ ഇപ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പം ചില സമയത്ത് ഇങ്ങനെ കടൽ തീരത്തൊക്കെ പോയി വെറുതെ കടലിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന സ്വഭാവം ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പുല്ല്, അവിടെയുള്ള പുല്ലൊക്കെ ഇങ്ങനെ പറിച്ച് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ ഈ പേഴ്സൻ്റെ കേട്ടോ. ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ രണ്ട് മെസ്സേജസ് ആണ് ഇത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ ബോറടിച്ചിരിക്കുക. രണ്ടാമത്തത് ഈ പേഴ്സൺ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം മറക്കാൻ വേണ്ടി വേറൊരു കാര്യത്തിലേക്ക് ഭയങ്കരമായിട്ട് 100% ഹാർഡ് വർക്കിലേക്ക് പോകുമ്പോൾ അതാണ് അങ്ങനത്തെ ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഹാപ്പി അല്ല, പക്ഷേ ഈ പേഴ്സൺ ഇതിന് റീകൺസിലിയേഷന് ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ആരാണ് ടവർ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കും തെറ്റ് ചെയ്തത്. എന്തായാലും ക്ഷമ പറയാനോ ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനോ ഞാൻ റെഡിയല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനെ മറക്കാനും ഇതിൽ നിന്ന് ഒളിക്കാനും വേണ്ടിയിട്ട് ഈ പേഴ്സൺ കരിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്കോർപിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം.
എനർജി ഇതാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പ്രശ്നമൊന്നുമില്ല, ഞാൻ ഭയങ്കര തിരക്കാണ്, അപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, ആൾക്കാരെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. കാരണം ഡിസ്കഷൻ വരും എന്തുകൊണ്ടാണ് നോ കോൺടാക്റ്റിൽ പോയതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിൽ, ജോലിയിലാണെങ്കിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ, ആരോടും അധികം ഇടപഴകുന്നില്ല. ന്യൂ ഇയർ ഒക്കെ എന്ത് ചെയ്താവോ, എന്തായാലും നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ടവർ മൊമെൻറ്റിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ആ ഒരു വലിയൊരു ആഘാതമാണ്, അതിൽ നിന്ന് ഈ പേഴ്സൺ പുറത്ത് വന്നിട്ടില്ല. ഭയങ്കര ഒരു ആഘാതമാണ് റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോൺടാക്റ്റിലേക്ക് പോയത് കേട്ടോ. എംപ്രസ്, ഇതൊരു മാരീഡ് റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. വളരെ സക്സസ്ഫുള്ളായ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണോ? അപ്പോൾ ഈ പേഴ്സൺ ഫാമിലിയുടെ കൂടെയാണോ ഇപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്? മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ ഈ പേഴ്സണൽ റിലാക്സേഷൻ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആരുടെയെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലായിട്ട് ഫാമിലി, ആ പേഴ്സൻ്റെ ജോലി, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ വലിയൊരു ടവർ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ടവറിൽ മൊമെൻറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരു എംപ്രസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഈ പേഴ്സൻ്റെ അമ്മയാണോ, ഭാര്യയാണോ, ഭർത്താവാണോ അറിയില്ല, നോക്കട്ടെ. മൂൺ കാർഡാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. സീക്രട്ട് ആയിട്ടുള്ളവരുടെ ഓക്കെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള കറണ്ട് പാർട്ട്ണർ ഒരു എംപ്രസ് ആണ്. ഭയങ്കര ഇഷ്ടംപോലെ പണമുള്ള, സ്വത്തുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അവരുടെ സ്വത്താണ് ഈ പേഴ്സണും, അതിലാണ് ഈ പേഴ്സണും കഴിയുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. എന്ന് വെച്ചാൽ അവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ പേഴ്സൺ ബിസിനസ് നടത്തുന്നത്, കമ്പനി നടത്തുന്നത്, അതാണ്. അപ്പോൾ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടി വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. അത് ഒരു ടവർ മൊമെൻറ്റിൽ അടിച്ചു പിരിഞ്ഞ് ടവർ മൊമെൻറ്റിൽ നിൽക്കുകയാണ്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ പേഴ്സണ് കറണ്ട് പാർട്ട്ണറെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ കാരണം ആ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, ഈ പേഴ്സണ് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതൊരു വലിയ ടവർ മൊമെൻ്റ് ആണ്. പക്ഷേ അത് വളരെ സീക്രട്ട് ആയിട്ടാണ് ഈ പേഴ്സൺ വെച്ചേക്കുന്നത്. പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, പക്ഷേ കാണിക്കാൻ പറ്റില്ല പുറത്ത്. അതാണ് ഈ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫാമിലിയിൽ ഇൻവോൾവ് ആണ്. മനസ്സിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ പേഴ്സൺ അഭിനയിക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ. കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നു, കൃത്യമായിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു, ഫാമിലിയിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ ഫാമിലിയാണ് പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്നത് പേഴ്സൺ കേട്ടോ. ഉഴപ്പുള്ള സ്വഭാവമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആവാനാണ് വഴി. ഇതൊരു മാരേജിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ഇവിടെ ഒരു കിങ് ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സെൽഫിഷായ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വേദന, അതാണ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ പോയിട്ട് നിങ്ങളുടെ വേദന ഈ പേഴ്സണെ ബാധിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ അത് എന്ന് വെച്ചാൽ ഈ പേഴ്സണിൻ്റെ വേദന നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ പേഴ്സണുള്ള ബുദ്ധിമുട്ട്, അതാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങളുടെ ജീവിതം, അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അതാണ് ഈ പേഴ്സൻ്റെ സെൽഫിഷ്നെസ്. ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല, അതാണ് ഈ പേഴ്സൻ്റെ വിഷമം. അല്ലാതെ നിങ്ങളോട് ഈ പേഴ്സൺ സംസാരിക്കാത്തത്, നിങ്ങളെ നോ കോൺടാക്റ്റിൽ വെച്ചിരിക്കുന്നതൊന്നും ഈ പേഴ്സൺ പ്രശ്നമല്ല. ഭയങ്കര സെൽഫിഷായ എനർജിയാണ്. ടോറസ്, ലീബ്ര, ക്യാൻസർ, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? മൈൻഡ് ഗെയിംസ് കളിക്കുകയാണ് ഈ പേഴ്സൺ.
ഭയങ്കര സെൽഫിഷായ എനർജിയാണ്. മൈൻഡ് ഗെയിംസ് കളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങളോട് എനിക്കൊരു ഫീലിങ്സും ഇല്ല, നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു മൈൻഡ് ഗെയിംസ് നിങ്ങളോട് കളിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഫീലിങ്സ് ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നേ ഇല്ല. മനസ്സിലായി? നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഈ പേഴ്സൺ മൈൻഡ് ഗെയിംസ് ആണ് കളിക്കുന്നത്. ഒരു മെൻ്റൽ ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. മനസ്സിലായോ? വേണ്ടി വന്നാൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ബ്രേക്കിലേക്ക് പോകും. വേൾഡ് കാർഡ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വേൾഡ് കാർഡ് ഒരു സൈക്കിൾ, ഒരു സർക്കംസ്റ്റാൻസിൻ്റെ അവസാനം എന്നാണ്, ഒരു കംപ്ലീഷൻ അത് കാണിക്കും. രണ്ടാമത്തെ ട്രാവൽ. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങളുമായിട്ടൊരു യാത്ര പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇതെങ്ങനെ മാറ്റണമെന്ന്, പക്ഷെ കുറച്ച് സമയം കഴിയട്ടെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് അനുഭവിക്കട്ടെ, ഈ ടെൻഷൻ നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. ഹാർട്ട് ബ്രേക്ക്, നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുള്ളൂ. ഇവർ ചോദിക്കില്ലേ ഹൗ ഡേ യു എന്ന് നമ്മൾ പറയില്ലേ, വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു, അതാണ് ആ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇങ്ങനെ പെരുമാറാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച കാര്യം തരാതിരിക്കാനായിട്ട് എങ്ങനെ ധൈര്യം വന്നു, അതാണ് ഈ പേഴ്സൺ. ഭയങ്കര ഈഗോ ഉള്ളൊരു എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സൺ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് സിറ്റുവേഷൻ ആയാലും എത്ര മാസം കഴിഞ്ഞാലും ഈ പേഴ്സൺ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു സമാധാനപരമായ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അത്ര ഈസിയാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ച് വെച്ചേക്കുന്നത്. മേ ബി അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ഒരു സെൽഫിഷ് എനർജിയാണ്, ഭയങ്കര ഒരു ടോക്സിക് സിറ്റുവേഷനാണ്, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത് കേട്ടോ. നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഈ ഇപ്പോഴത്തെ ഒരു ഫാഷനാണല്ലോ, ഇപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല, പക്ഷേ മറ്റേയാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സിന്ദൂരം ഇടുക, ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ മോതിരം ഇടുക, മനസ്സിലായി? ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, പക്ഷെ നീ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാനൊരു മോതിരം ഇടാം. താലി കെട്ടുന്നില്ല, പക്ഷെ സിന്ദൂരം ഇടാം. മനസ്സിലായോ? ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് പോരെ എന്നൊരു ചിന്ത. ഞാൻ അത് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്നിലൊരു സ്വാതന്ത്ര്യവും ഇല്ല, അതാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരിച്ചു വരും, പക്ഷെ നീ കുറച്ച് വെള്ളം കുടിക്കണം, അത് നീ ടെൻഷൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളൊരു എനർജിയാണ്. ഇതാണ് നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഫീലിങ്സ് കേട്ടോ. ഭയങ്കര ടോക്സിക് ആയ ഒരു എനർജിയാണിത്. ഇവിടെ സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഇത്രയാണ് കാണിച്ചത്. ഓഫറൊന്നും നിങ്ങൾക്ക് തരുന്നില്ല, സ്നേഹത്തിൻ്റെ ഓഫർ തരുന്നേ ഇല്ല. നിങ്ങളോട് ഒരു പ്രാവശ്യം പോലും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് സ്നേഹമാണെന്ന് ഈ പേഴ്സൺ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് അതിനകത്ത് നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഈ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഒരു ദിവസം പെട്ടെന്ന് കയറി വരും നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട്. അതിനുള്ള സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി ഇനിയിപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പോകുമ്പോൾ ഈ പേഴ്സൺ കയറി വരും നിങ്ങളുടെ ലൈഫിലേക്ക്. മനസ്സിലായോ? അത് നിങ്ങളറിയാതെ ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജിയാണിത്. പക്ഷേ തൽക്കാലം വളരെ സ്ലോ ആയിട്ട്, ചിലപ്പോൾ ഒരു വളരെ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ എവിടെയും പോവില്ല, ആ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ വർഷം വന്നാലെന്താ, അടുത്ത വർഷം വന്നാലെന്താ, അതിനടുത്ത വർഷം വന്നാലും നിങ്ങൾ വേദനിച്ച് മരിച്ചു പോകുന്നല്ലാതെ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കാൻ പോകുന്നില്ലല്ലോ, അല്ലേ? നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും, അത് ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. പേഴ്സൺ ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് വരുള്ളൂ. ഫാസ്റ്റായിട്ട് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മനഃപൂർവ്വം സ്ലോ ആയിട്ട് വരുന്ന ഒരു എനർജിയാണിത്. ഈ വർഷം മേ ബി അവസാനമൊക്കെ ആകുമ്പോഴേക്കേ ഉണ്ടാവുള്ളൂ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാകും. പക്ഷെ എപ്പോൾ, അതാണ് ഇവിടുത്തെ കൺസേൺ. റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ നിങ്ങളായിട്ട് വലിപ്പിക്കും പേഴ്സൺ നല്ലോണം.
റിലേഷൻഷിപ്പ് അവസാനിക്കാൻ സമ്മതിക്കില്ല. അത് ഈ പേഴ്സണ് നഷ്ടമാകും. നിങ്ങളെപ്പോലത്തെ ഒരാളെ ഈ പേഴ്സണ് ലൈഫിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പൂച്ചകൾ, എലികളെ അല്ലെങ്കിൽ പൂച്ചകൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ ഇര പൂച്ചകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കൊരു സാധനം ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ ഒരു എലിയെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇട്ട് തട്ടി കളിക്കും അതിനെ. മനസ്സിലായോ? കൊല്ലില്ല, തട്ടിക്കളിച്ച് അവസാനം ഇവർക്ക് ബോറടിക്കുമ്പോൾ അത് ചാവും, കടിക്കും, അതൊക്കെ അതിനെ വലിച്ചെറിയും, ഇതൊക്കെ ചെയ്യും. അവസാനം അർദ്ധപ്രാണരാകുമ്പോഴത്തേക്ക് അതിനെ തട്ടി എഴുന്നേൽപ്പിക്കും. മനസ്സിലായി? ഇതാണ് സിറ്റുവേഷൻ. പൂച്ചയും എലിയും അല്ലെങ്കിൽ പൂച്ച അതിൻ്റെ ഇരയോട് എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് നിങ്ങളോട് ഈ പേഴ്സൺ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ അത്? ആർക്കറിയാം? ഇവിടെ വെർഗോ, ക്യാൻസർ ആണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. വരും, പക്ഷെ ഇപ്പോഴൊന്നും വരില്ല. ശരിക്കും അറിയാം നിങ്ങൾ എപ്പോഴാണ് എന്നുവെച്ചാൽ നിങ്ങൾ സോറി പറയാൻ ഈ പേഴ്സൺ തെറ്റ് ചെയ്യുമ്പോഴും നിങ്ങളാണ് സോറി പറയുക. നിങ്ങൾക്ക് ഈ പേഴ്സണെ കൂടാണ്ട് വയ്യ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരെയും അടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണ് ഈ പേഴ്സണെ വെയിറ്റ് ചെയ്തുകൊണ്ട്. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ധൈര്യം വേണം. ഒറ്റയ്ക്കിരിക്കാനുള്ള നമ്മൾ ഒറ്റപ്പെടുക എന്നൊരു തോന്നൽ നമുക്ക് പാടില്ല. ബീയിങ് അലോൺ, ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുക, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത്, നമ്മൾ ആരുമില്ല എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോൾ ഒറ്റപ്പെടുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്വന്തം എനിക്ക് എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അധികം ആളുകളുടെ ആവശ്യമില്ല. അതൊരു സൈഡ്. പക്ഷേ അയ്യോ എനിക്ക് ആരുമില്ലേ, എന്ത് ചെയ്യും, എനിക്ക് എവിടെ പോകാം, അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആണ് നിങ്ങൾ. അത് പണിയാവും നിങ്ങൾക്ക്. എപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യും. ഈ പേഴ്സൺ അല്ല, വേറൊരാൾ വന്നാലും അത് തന്നെയായിരിക്കും സിറ്റുവേഷൻ. ആർക്കും സപ്പോർട്ടായിട്ട് വരുന്നതല്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വരുന്നവരാണ് എല്ലാവരും. മനസ്സിലായോ? സപ്പോർട്ട് അവർ തരുന്നു, അത് പക്ഷെ നമുക്കത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കാൻ പറ്റില്ല. അവർ പോകുന്ന ആളെ, അതാണ് പ്രശ്നം. അപ്പോൾ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നിങ്ങൾ ഭയങ്കരമായിട്ട് പേഴ്സണലി ഡിപ്പെൻഡൻ്റ് ആണ്. വെർഗോ, ക്യാൻസർ എപ്പോൾ വരുമെന്ന് ഒരു പിടുത്തമില്ല. വരുമെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ വരുന്നത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ പേഴ്സൺ വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിങ് കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ തരാനിടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ടേക്ക് കെയർ. സീ യു. ബൈ ബൈ.